ഒരു കാര്യം പറയാൻ പറ്റുമോ, ഹൈ എൻഡ് പി സികളൊക്കെ ഉപയോഗിക്കുന്നവരല്ലാതെ എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാട്ടെ. സിസ്റ്റം ഒരാഴ്ച ഉപയോഗിക്കാതെ ഇരുന്നിട്ട് ഓണാക്കുമ്പോൾ ടക്കെ എന്നൊരു സൗണ്ട് കേൾക്കും. ഈ സാധനം അടിച്ചു പോകും. പവർ സപ്ലൈക്കകത്ത് ഗെയിമിംഗ് പി സിയുടെ കാര്യമല്ല, അതിനെല്ലാം ഇവിടെ നെറ്റ് ആയിരിക്കും വരിക. അല്ലാത്ത എല്ലാ പി സിയിലും ഇതുവഴി നെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇതുവഴി പല്ലി കയറുന്നു, സിസ്റ്റം പോകുന്നു, പല്ലി കയറുന്നു, സിസ്റ്റം പോകുന്നു, പല്ലി കയറുന്നു, സിസ്റ്റം പോകുന്നു. ഇപ്പൊ ഒരു 10 വർഷമായിട്ടോ 20 വർഷമായിട്ടോ ഉപയോഗിക്കുന്ന ആരാണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ സർവീസ് സെന്ററിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും പല്ലി കയറുന്നത്. അതിന് ഒരുപാട് പേര് നെറ്റ് വാങ്ങിച്ചിട്ട് ഈ എന്താ പറയാ വീട്ടിലൊക്കെ കൊതു കയറാതിരിക്കാൻ വെക്കുന്ന നെറ്റൊക്കെ വാങ്ങിച്ചിട്ട് മുറിച്ച് കൊണ്ടുവരാറുണ്ട്. ചേട്ടാ ഇതുകൂടെ ഒന്ന് വെച്ച് തരുമോ? ഇപ്പൊ നിരന്തരമായിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിമിംഗ് പി സി ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ അതിനെല്ലാം SMPSന് നെറ്റ് ഉണ്ടാവും, അതിനടിയിലായിരിക്കും ഫാൻ ഉണ്ടാവുക. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാല് അതുവഴി പല്ലി കയറാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. പക്ഷെ അഫോർഡബിൾ സീരീസിൽ, ഒരു ബഡ്ജറ്റ് സീരീസിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. എല്ലാത്തിനും ഇനി പല്ലി കയറാൻ വേണ്ടി വെച്ചേക്കുന്നത് അറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് എക്സോസ്റ്റ് വരുന്നത്, വഴി പല്ലി കയറും, ഇത് അടിച്ചു പോകും. അപ്പൊ അതിനൊരു പരിഹാരമുണ്ട്. സാധാരണ പവർ സപ്ലൈ പോലെ തന്നെ ചെറിയ വിലക്ക് ഫ്രണ്ടക്കിന്റെ പവർ സപ്ലൈകളുണ്ട്. ഇതാണ് സാധനം. ഇതിന്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നോക്ക്, ഇവിടെ നെറ്റാണ്, പല്ലി കയറത്തില്ല. മറ്റേ സാധാരണ SMPSന്റെ വിലയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഇനി എപ്പോഴെങ്കിലും പല്ലി കയറിയിട്ട് SMPS പോവാണെങ്കിൽ വാങ്ങാൻ ചെല്ലുമ്പോൾ ഈ സാധനം ചോദിച്ചു വാങ്ങിക്കുക. ഇവിടെ നെറ്റുള്ളതുണ്ടോ എന്ന് ചോദിച്ചിട്ട് നെറ്റുള്ളതുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പല്ലി കയറുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവും. വില പല കടകളിൽ പല വിലയല്ലേ, എന്നാലും ഏകദേശം ഈ 800 രൂപ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.